ഹായ് ഹലോ ചിങ്കീസ് ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇരുട്ടത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ? ഈ കഥ നടക്കുന്നത് 1996 പുനലൂര് കമുകഞ്ചേരിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് പെണ്ണ് കാണാൻ എത്തിച്ചേരേണ്ട നമ്മുടെ ചെറുക്കനും കൂട്ടരും KSRTC ബസ്സിന്റെ തകരാറു മൂലം രാത്രി 8:30 പെണ്ണിന്റെ വീട്ടിലെത്തിച്ചേർന്നത്. രാത്രി പെണ്ണ് കാണുന്നതിനോട് ആർക്കും വലിയ യോജിപ്പുണ്ടായിരുന്നില്ലെങ്കിലും നാളെ ജോലിക്ക് കയറേണ്ടതുകൊണ്ടും പിന്നെ പെണ്ണിനെ കാണാനുള്ള അമിതമായ ആകാംക്ഷ കൊണ്ടും ഇന്ന് തന്നെ പെണ്ണ് കാണണം എന്നായിരുന്നു നമ്മുടെ ചെറുക്കൻ്റെ നിർബന്ധം. അന്നത്തെ കാലത്ത് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെറുക്കൻ പെണ്ണ് കാണാൻ വരും എന്നുള്ളതിൽ ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. നാട്ടുവഴിയിലൂടെ ഇരുട്ടത്ത് ടോർച്ചും പിടിച്ചു ചെല്ലുന്ന നമ്മുടെ ചെറുക്കനും കൂട്ടരും കാണുന്നത് അരണ്ട വെളിച്ചത്തിൽ ചാരുകസേരയിലിരുന്ന് ബീഡി വലിക്കുന്ന പെണ്ണിൻ്റെ അച്ഛനെയും ഉമ്മറപ്പടിയിലിരുന്ന് മുടി ചീകി കൊടുക്കുന്ന പെണ്ണിൻ്റെ അമ്മയെയും പെണ്ണിനെയുമായിരുന്നു. പയ്യൻ്റെയും കൂട്ടരുടെയും ഒപ്പം പെണ്ണിൻ്റെ ഒരു അകന്ന ബന്ധുവും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വന്നത് ചെറുക്കൻ കൂട്ടരാണെന്നോ നടക്കാൻ പോകുന്നത് പെണ്ണ് കാണലാണെന്നോ ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തന്നെ പെണ്ണ് കാണാൻ വന്ന പയ്യനാണെന്നറിയാതെ കൂടെ വന്ന ബന്ധുവിനോട് വിശേഷം തിരക്കുന്നതിനോടൊപ്പം പയ്യനോടും കൂടെ വിശേഷം തിരക്കാൻ നമ്മുടെ പെൺകുട്ടി മടിച്ചില്ല. വളരെ ഓപ്പണായിട്ടും സ്മാർട്ടായിട്ടും സംസാരിക്കുന്ന പെൺകുട്ടിയെ നമ്മുടെ പയ്യൻ ആദ്യം തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. തൻ്റെ മുന്നിലിരിക്കുന്ന ചെറുക്കൻ തന്നെ പെണ്ണ് കാണാൻ വന്നതാണെന്നറിഞ്ഞ ആ നിമിഷം തന്നെ നമ്മുടെ പെൺകുട്ടി അപ്രതീക്ഷയായി. പിന്നെ എല്ലാവർക്കും ആകെ മൊത്തം ഒരു വെപ്രാളമായിരുന്നു. എല്ലാത്തിൻ്റെ അവസാനം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരോ റൂട്ട് ബിസ്ക്കറ്റും നാരങ്ങ വെള്ളമൊക്കെ കഴിച്ചു മടങ്ങിയ നമ്മുടെ പയ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അരണ്ട വെളിച്ചത്തിൽ കണ്ട മുടി അഴിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീരൂപം മാത്രമായിരുന്നു. എന്നാൽ പെണ്ണിൻ്റെ മനസ്സിലാണെങ്കിൽ പയ്യൻ്റെ മുഖത്ത് വെച്ചിരുന്ന കണ്ണടയുടെ ചില്ലിൻ്റെ തിളക്കം മാത്രമായിരുന്നു. അന്ന് മുഖം കാണാതെ ശബ്ദം മാത്രം കേട്ടിഷ്ടപ്പെട്ടവർ ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഒരുമിച്ചുള്ള യാത്രയുടെ 29 വർഷത്തിലെത്തി നിൽക്കുകയാണ്. അവരുടെ മകളാകാൻ സാധിച്ചതിൽ ഞാനും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അച്ഛനായിരുന്നു നമുക്ക് ഈ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ട പോലെ അവരുടെ ലൈഫിലെ കുറേ മെമ്മറീസ് അടങ്ങുന്ന പഴയ മംഗളവാരികയുടെ രൂപത്തിലുള്ള ഒരു മാഗസിനും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.